മീനു നമ്മളെവിടെ പോണ്ട്? മീനു നമ്മള് പോയി സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. നമ്മളെ ഏ സിനിമ അടി കാണാൻ പോണോ? വാഴ 2 കാണാൻ പോകണം ഗൈസ്. നമ്മൾ കണ്ടിട്ട് വന്നിട്ട് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കാനുണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ വാഴ 2നെ കുറിച്ച് നല്ല റിവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്കത് കാണാനായിട്ട് കൊതിയായിട്ട് നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. നമ്മളെല്ലാ കസിൻസും കണ്ട് 2 പേര് വേറെ മേടിക്കുകയാണ് ഗൈസ്. അവർ വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന്മാർ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിലൊക്കെ കാണാം. ദൈവന്മാരാണത്, ഞങ്ങളുടെ അനിയന്മാരാണ്. ഞങ്ങളുടെ അല്ല, എൻ്റെ അനിയന്മാരാണ്, അവരുടെ ചേട്ടന്മാർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് കേട്ടോ. നമ്മൾ 2 മണിക്കുള്ള ഷോയ്ക്കാണ് പോയത്. നമ്മളെന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ തിയേറ്ററിലെത്തുന്നത്, സിനിമ തുടങ്ങുന്നതിന് മുന്നേ. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തി ഗൈസ്. അത് വലിയ സംഭവമാണ്. കാരണം ഞങ്ങൾ എപ്പോഴും താമസിച്ചാണ് പോകാറ്. നമ്മളല്ലാണ്ട് പോയാലും നമ്മളെല്ലാവരും ഒരുമിച്ച് പോയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മീനും നന്ദും ആദ്യമായിട്ടാണ് കേട്ടോ രേവതിയിൽ വരുന്നത്. അവർ ഫസ്റ്റ് ടൈമാണ് രേവതിയിൽ വരുന്നത്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മളന്ന് തന്നെ കുറേ പരസ്യമൊക്കെ കാണുമല്ലോ. പിന്നെ പരസ്യമൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം നമ്മളിരുന്നു. പിന്നെ സിനിമയൊക്കെ തുടങ്ങി നമ്മൾ കണ്ടു. പിന്നെ ഇൻ്റർവെല്ല്, പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി. നല്ല അടിപൊളി ഫിലിമാണ്. ഫിലിമിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. തൂക്കി എന്ന് പറഞ്ഞാൽ തൂക്കി കിട്ടു സാധനമാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചേട്ടന്മാർ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നടന്ന് പാരപ്പള്ളി വരെ നടന്നിട്ട് രേവതി കുളമ്പടയിലല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാരപ്പള്ളി വരെ നടന്ന് പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പാരപ്പള്ളി ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പാരപ്പള്ളി പോയി കഴിഞ്ഞാൽ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മളവിടെ നിന്ന് ഒരു ഫുൾ ഷവായും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് ബസ് കയറാൻ വന്നു. ബസ്സാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പം പാരപ്പള്ളി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ബസ് സ്റ്റോപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലല്ല, നമ്മൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്തെത്തിയിട്ട് പിന്നെ അതേ നമ്മളെ വീഡിയോ എത്താറാകുമ്പോൾ ഇരുട്ടായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ബൈ.